ഒന്ന് ആലോചിക്കാൻ കിട്ടിയാൽ ഇരുന്ന് ആലോചിക്കുന്നവരാണ് മിക്ക ആളുകളും. അതൊരു മോശം കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇനി ശ്രദ്ധിക്കണം. കാരണം അത് നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ സാധ്യതയുണ്ട്. അമിതമായി ചിന്തിച്ച് മനസ്സ് കുഴപ്പത്തിലാക്കുന്നതും ശരീരത്തിന് ക്ഷീണം തോന്നുന്നതും ഒക്കെ ഇതിന് കാരണമാകാം. ഒരുപാട് ചിന്തിക്കുമ്പോൾ ഹൃദയം വേഗത്തിൽ മിടിക്കുകയും നെഞ്ചിൽ പിരിമുറുക്കം അനുഭവപ്പെടുകയും ഭയം നിങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് അമിതമായുള്ള ചിന്ത അഥവാ ഓവർ തിങ്കിങ് എന്ന് നോക്കാം. ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ വളരെയധികം സമയം അതേക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുന്നതിനെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഭാവിയെക്കുറിച്ച് അമിതമായി ചിന്തിക്കുകയും നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അത് മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുകയും നമ്മൾ മാനസികമായി തളരുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല ശീലമല്ല. അമിതമായ ചിന്ത ശരീരത്തെ ബാധിക്കുന്നത് വഴി ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല ഉണ്ടാവുന്നത്. അമിതമായി ചിന്തിക്കുന്നത് പരിഭ്രാന്തിയിലേക്കും ഭയത്തിലേക്കും നയിക്കുന്നു. അമിത ചിന്ത മനസ്സിനെ കൂടാതെ ശരീരത്തിനെയും ബാധിക്കുന്നു. തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലച്ചോറ് എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതുകയും അത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുകയും ചെയ്യുന്നു. ഇതോടെ സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കുകയും ഹൃദയമിടിപ്പ് വേഗത്തിലാവുകയും ശ്വാസോച്ഛ്വാസം പതുക്കെയാവുകയും പേശികൾ വലിഞ്ഞു മുറുകയും ശരീരത്തിന് അസ്വസ്ഥത തോന്നുകയും ചെയ്യുന്നു. തലച്ചോറ് ആശയക്കുഴപ്പത്തിലാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുക. ഇങ്ങനെ ഹൃദയാഘാതത്തിന്റെ സമാനമായ ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നതിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. മോശം ഉറക്കം, ചായയുടെയും കാപ്പിയുടെയും അമിതമായ ഉപയോഗം, ഭക്ഷണം ഒഴിവാക്കൽ, പോഷക ഘടകങ്ങളുടെ കുറവ്, സമ്മർദ്ദം ഇവ കൊണ്ടെല്ലാം പാനിക് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതും പലരും അവഗണിച്ചു കളയുന്നതുമായ ഘടകങ്ങളാണ്. ശരിയായ ഉറക്കം, കുറഞ്ഞ കഫീൻ, സാവധാനത്തിലുള്ള ആഴത്തിലുള്ള ശ്വസനം, മനസ്സിനെ ശാന്തമാക്കി നിർത്തുക എന്നിവയെല്ലാം അമിതമായി ചിന്തിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. അമിതമായി ചിന്തിക്കുമ്പോൾ സ്വയം ശാന്തമാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിനെ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തെയും കഠിനമായി ബാധിക്കും.